എനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നു എന്നോ ആരുമെനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നു എന്നോ മാനസത്തിൽ ആധി പൂണ്ടു ഖേദി. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീത നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ദൈവവചന ചിന്തയ്ക്കായി ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ച വചനം ഇബ്രായ ലേഖനം അതിൻ്റെ 9-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനങ്ങൾ. തെറ്റ് ചെയ്യുന്ന മനുഷ്യർ ശിക്ഷിക്കപ്പെടണമെന്നത് ലോകനീതിയാണ്. മനുഷ്യ ചരിത്രത്തിന്റെ ആരംഭം മുതൽ നീതിയായി കണക്കിട്ടിരിക്കുന്ന കാര്യമാണ്. ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത്, എന്നാൽ ഒരു കുറ്റക്കാരനും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടരുത്. അതുകൊണ്ടാണ് എല്ലാ കാലത്തും ഭരണാധിപരും ന്യായാധിപരും പോലീസ് സ്റ്റേഷനുകളും കോടതികളും എല്ലാം രാജ്യങ്ങളിലുള്ളത്. ബൈബിളിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവം ഇസ്രായേൽ ജനത്തിന് ശക്തമായി പ്രമാണം കൊടുത്തിരുന്നു. കണ്ണിന് പകരം കണ്ണ്, കൈക്ക് പകരം കൈ, പല്ലിന് പകരം പല്ല്, ജീവന് പകരം ജീവൻ. കുറ്റത്തിന് തക്ക ശിക്ഷ നൽകണമെന്നർത്ഥം. ദൈവം സ്നേഹവാനായ ദൈവമായിരിക്കുമ്പോൾ തന്നെ നീതിമാനായ ദൈവവുമാണ്. മനുഷ്യർ പാപം ചെയ്തപ്പോൾ തന്നെ ദൈവത്തിന്റെ നീതിയുടെ പ്രമാണം ദൈവം വെളിപ്പെടുത്തി. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. മനുഷ്യൻ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം വരണമെങ്കിൽ വലിയ ശിക്ഷ അവൻ ഏൽക്കണം. രക്തം ചൊരിഞ്ഞവൻ കൊല്ലപ്പെടണം. എന്നാൽ ആ നീതി നിർവഹിക്കാൻ സ്നേഹവാനായ ദൈവം ഒരുക്കിയ രക്ഷയുടെ മാർഗമാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് മനുഷ്യൻ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും സ്വയം ഏറ്റെടുത്ത് മനുഷ്യൻ മരിക്കേണ്ട സ്ഥാനത്ത് അവന് പകരമായി രക്തം ചൊരിഞ്ഞ് മരിക്കുക എന്നത്. അങ്ങനെ അവന് വിമോചന മാർഗം ദൈവമൊരുക്കി. കണ്ണു കുത്തിപ്പൊട്ടിച്ചവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചാലേ നീതിയാകൂ. പല്ലടിച്ചു തകർച്ചവന്റെ പല്ലടിച്ചു തകർച്ചാലേ നീതിയാകൂ. കൊന്നവനെ കൊന്നാലേ നീതിയാകൂ എന്ന പ്രമാണമാണ് ദൈവം നൽകിയത്. ആ നീതിയും ന്യായവും ഇന്നും മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇരിക്കുന്നു. അതുകൊണ്ട് നീതിന്യായ കോടതികൾ കുറ്റക്കാരനെ അവൻ ചെയ്ത തെറ്റിന് അല്ലെങ്കിൽ കുറ്റത്തിന് തക്ക ശിക്ഷ വിധിക്കുകയാണ്. കുറ്റം ചെയ്ത് ജീവിക്കുന്ന സകല മനുഷ്യരെയും വെള്ളസിംഹാസനത്തിന് മുൻപാകെ നിർത്തി വിചാരണ ചെയ്ത് നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഓരോരുത്തരുടെയും പ്രവൃത്തികൾക്ക് തക്ക ന്യായവിധിക്ക് തീപ്പൊയ്കയാകുന്ന നരകത്തിൽ തള്ളിയിട്ട് ശിക്ഷിക്കുമെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുന്നു. എന്നാൽ മനുഷ്യൻ ചെയ്ത പാപങ്ങളുടെ ശിക്ഷ സ്വന്തം ശരീരത്തിലേറ്റ് മനുഷ്യനെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാനാണ് യേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ചത്. മനുഷ്യൻ കൈകൾ കൊണ്ട് ചെയ്ത കുറ്റങ്ങളുടെ ശിക്ഷ കാരിരും പാണികൾ യേശുവിന്റെ കരങ്ങളിൽ അടിച്ച് മരക്കുരിശോട് ചേർത്ത് ക്രൂശിച്ചത് കൊണ്ട് ആമേൻ ഹല്ലേലൂയ അത് യേശു അനുഭവിക്കുകയായിരുന്നു. മനുഷ്യർ കാലുകൊണ്ട് പോകാൻ പാടില്ലാത്ത ഇടങ്ങളിൽ സഞ്ചരിച്ചതിന്റെ ശിക്ഷ യേശു ക്രിസ്തു തന്റെ കാലുകളിൽ അനുഭവിച്ചു. മനുഷ്യന്റെ ചിന്താമണ്ഡലങ്ങളിൽ ചെയ്ത സകല തെറ്റുകളുടെയും ശിക്ഷ യേശു ക്രിസ്തുവിന്റെ ശിരസിൽ മുൾക്കിരീടം അടിച്ചു കയറ്റിയപ്പോൾ യേശു അനുഭവിച്ചു. മനുഷ്യർ ചെയ്ത സകല തെറ്റുകളുടെയും ശിക്ഷയാണ് യേശുവിനെ കുനിച്ചു നിർത്തി പടയാളികൾ മാറി മാറി ചാട്ടവാറുകൊണ്ട് നിലം ഉഴുതുമറിക്കുന്നത് പോലെ മാംസം പറഞ്ഞു പോകത്തക്കവണ്ണം അടിച്ചതിനാൽ യേശു അനുഭവിച്ചത്. മനുഷ്യരുടെ ഹൃദയത്തിൽ എല്ലാ ദോഷങ്ങളും നിറഞ്ഞതുകൊണ്ട് യേശുവിന്റെ ചങ്കു കുത്തി തുറന്ന് ശിക്ഷ കൊടുത്തു. യേശു അതിവേദനയിൽ പിടിഞ്ഞു മരിക്കുമ്പോൾ പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്തത് ഇവരോട് ക്ഷമിക്കണമേ. നമ്മുടെ മേൽ വരേണ്ടിയിരുന്ന ദൈവിക ന്യായവിധി യേശു ക്രിസ്തുവിന്റെ മേൽ വന്നു. അതുകൊണ്ട് ഏതൊരു പാപി ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തി, യേശുവേ രക്ഷക, ഞാൻ മഹാപാപിയാണ്, ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷയാണ് അങ്ങ് കാൽവരി ക്രൂശിൽ അനുഭവിച്ചത്. അങ്ങൊരു തെറ്റും കുറ്റവും ഇല്ലാത്തവനെന്ന്
അങ്ങയെ വിസ്തരിച്ച ന്യായാധിപൻ പോലും പ്രഖ്യാപിച്ചു, ഒരു കുറ്റക്കാരൻ ശിക്ഷിക്കപ്പെടുന്നത് പോലെ പരിശുദ്ധനായ അങ്ങ് ശിക്ഷിക്കപ്പെട്ടത് എനിക്ക് വേണ്ടിയിട്ടാ. എൻ്റെ പാപം ക്ഷമിച്ച് എന്നോട് രക്ഷിക്കണമേ എന്ന് ഹൃദയ നുറുക്കത്തോട് കണ്ണുനീരോടെ ഏറ്റുപറയുവാൻ തയ്യാറായാൽ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തം സകല പാപവും പോക്കി നമ്മെ വിശുദ്ധീകരിക്കും. നീതിമാനായി ദൈവം അവരെ പ്രഖ്യാപിക്കും. കാരണം സ്വർഗത്തിലെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ക്രിസ്തുവേശുവിലുള്ളവർക്കൊരു ശിക്ഷാവിധിയുമില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപക്ഷമ ലഭിച്ചവരാണ് ദൈവമക്കൾ. അവർക്കിനി അന്തിമ ന്യായവിധിയില്ല. അവരെ തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയിലേക്ക് നിത്യദണ്ഡനത്തിന് തള്ളുകയില്ല. അവർ ക്രിസ്തുവിലായി തീർന്നതിനാൽ അവർക്ക് നരക ശിക്ഷയിൽ നിന്നും ഭയങ്കരമായ ശിക്ഷാവിധിയിൽ നിന്നും രക്ഷ ലഭിച്ചു. അവരുടെ പേർ സ്വർഗത്തിലെ ജീവന്റെ പുസ്തകത്തിൽ എഴുതി. ബൈബിൾ പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പൊ യേശുക്രിസ്തുവിൽ ആയി തീർന്നിട്ടുണ്ടോ? നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടോ എന്നുള്ളത് ആ ഉറപ്പ് നമ്മൾ പ്രാപിക്കണം. ഇല്ലെങ്കിൽ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക ശിക്ഷാവിധി ന്യായാസനത്തിൽ നിന്നും അല്ലിലെ നമ്മളെ തേടിയെത്തും. നമ്മൾ ന്യായം വിധിക്കപ്പെടും. ദൈവത്തിൻ്റെ ദയ കൊണ്ടാണ് നാം നിന്നു പോകുന്നത്. ജീവിതത്തിൽ സത്യദൈവത്തെ തിരിച്ചറിയാതെ അധർമ്മ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഓർക്കുക, നാം ചെയ്തു പോയ കുറ്റങ്ങൾക്ക് അറിയേണ്ടവനെ അറിയേണ്ട വിധം അറിയാതെ പോയതിന് നാം ഒരു ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിലായവർക്കൊരു ശിക്ഷാവിധിയും ഇല്ല എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഈ ഭൂമിയിലുള്ളത് ഭൂവാസികൾക്കൊരു നാശമല്ല, നന്മയാണ്, ശാപമല്ല, അനുഗ്രഹമാണ്. എൻ്റെ പ്രിയരെ, ഈ നാളുകളിലൊന്നിൽ യേശു മടങ്ങി വരും. കാഹളം ധ്വനിക്കും. ദൈവജനം, ദൈവസഭ ഇവിടെ നിന്നെടുക്കപ്പെടും. അന്ന് ഈ ഭൂവാസികൾക്ക് യഥാർത്ഥ ദൈവമക്കളുടെ വില മനസ്സിലാകും. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയില്ലെന്ന് പറയുന്നത് പോലെ ദൈവമക്കളെ നിന്ദിക്കുകയും വെറുക്കുകയും ചെയ്യുന്നവർ അവരുടെ വില ഒരു ദിവസം തിരിച്ചറിയുന്ന ദിവസമുണ്ട്. ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞാൽ ഭൂമിയുടെ ഉപ്പാകുന്ന ദൈവസഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഭൂമി അഴുകുവാനും ചീയുവാനും തുടങ്ങും. ജ്യോതിർഗോളങ്ങളെപ്പോലെ അന്ധകാര ലോകത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമക്കൾ മാറ്റപ്പെട്ടാൽ അന്ധകാരം കൊണ്ട് ഈ ഭൂമി നിറയും. മുള്ളുകൾക്കിടയിലെ താമരയാകുന്ന ദൈവസഭ മാറ്റപ്പെട്ടാൽ ഈ ഭൂമിയിൽ മുള്ളുകൾ മാത്രം ശേഷിക്കും. ചെന്നായ്ക്കൾക്കിടയിലെ കുഞ്ഞാടുകളാകുന്ന ദൈവസഭ മാറ്റപ്പെട്ടാൽ ചെന്നായ്ക്കൾ മാത്രം ഇവിടെ ശേഷിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, ഉപദേശത്തിൻ്റെ വിശുദ്ധിയിൽ, ജീവിതത്തിൻ്റെ വിശുദ്ധിയിൽ നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ വസിക്കുന്നവർ ന്യായവിധിയുടെ വെള്ളത്തിൽ നിന്നും ഒഴിവുള്ളവരാകാൻ പോകുകയാ. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്നും നീങ്ങിപ്പോക മാത്രം വേണമെന്ന് തിരുവചനം ഓർപ്പിക്കുമ്പോൾ, ഇതുവരെയും ജീവന്റെ പുസ്തകത്തിൽ പേര് ഉറപ്പാക്കിയിട്ടില്ലാത്തവർ ഈ പ്രഭാതത്തിൽ ആരെങ്കിലും ദൈവവചനം കേൾക്കുന്നെങ്കിൽ, എൻ്റെ മാന്യ സ്നേഹിതരെ, തീപ്പൈകയിൽ പോകാതെ നിത്യ രാജ്യമാകുന്ന സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ നമുക്കൊരുങ്ങാം. അതിനായി ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്.